ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ. സ്വർണ്ണ കവർച്ചയിൽ ഇഡി ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ ആളാണ് എസ് ശ്രീകുമാർ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, SIT പറയിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഈ ശ്രീകുമാർ പറയാത്തതൊക്കെ ഇഡി ഇനി ചോദിച്ചറിഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എപ്പോഴാണ് ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ ഹാജരായത്? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാകും ശ്രീകുമാറിൽ നിന്നും ഇഡി ചോദിച്ചറിയുക? ജിജീഷ്. അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെയായ എസ് ശ്രീകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ മുരാരി ബാബുവിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് ദൂരീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എസ് ശ്രീകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം എസ് ശ്രീകുമാർ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോകുന്നതിൽ തനിക്ക് കാര്യമായ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ഇത് കൊണ്ടുപോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് താൻ അവിടെ ചുമതലയിൽ എത്തുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഒരു കരട് രൂപം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകളുടെ കരട് രൂപം മുരാരി ബാബുവാണ് തയ്യാറാക്കിയത്. അതിൽ സാക്ഷിയായി ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നൊരു കാര്യമാണ് എസ് ശ്രീകുമാർ SITക്ക് നൽകിയ മൊഴി എന്ന് പറയുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മൊഴിയായി നൽകി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുരാരി ബാബുവിന് പിന്നാലെ എസ് ശ്രീകുമാറിനെ ഇന്ന് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരിട്ട് സമൻസ് നൽകി അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് എസ് ശ്രീകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത്. 43 ദിവസം ജയിൽവാസം. വിവരങ്ങൾ വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ.